ഹായ്. കുറച്ച് ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല. അതിന് മെയിൻസിൻ്റെ എക്സാം ഉള്ളതുകൊണ്ട് തിരക്കിലായിരുന്നു. ഇതെൻ്റെ ഫസ്റ്റ് മെയിൻസാണ്. ഞാൻ 2020 മുതൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയതാണ്. 2 പ്രിലിംസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മെയിൻസ് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കിട്ടിയില്ല. ഈ പ്രാവശ്യം മെയിൻസ് കിട്ടി. ബട്ട് വളരെ പാടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വർഷം നന്നായിട്ട് നോക്കണം, കിട്ടണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മെയിനായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതലും ബിഗിനേഴ്സിന് ടൈം വേസ്റ്റ് ആവുന്ന ഒരു പാർട്ടെന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം, എത്ര മണിക്കൂർ വായിക്കണം, ഇതൊന്നും ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ടൈം. അതായത് എന്നോട് കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ദാറ്റ് 6 മണിക്കൂർ പോകുന്നു, 4 മണിക്കൂർ പോകുന്നു, ഈവൻ 8 മണിക്കൂർ വരെ വായിക്കുന്ന കുട്ടികളുണ്ട്. എന്നിട്ടും അവർക്ക് അതിൽ നിന്നൊന്നും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ എന്താണ് എഴുതേണ്ടത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായിട്ട് കുറേ പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ന്യൂസ് പേപ്പർ വേണമെങ്കിലും എടുക്കാം. ഞാനൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്. ഓക്കെ, എനിക്ക് തുടക്കത്തിൽ ഞാൻ ഹിന്ദു പേപ്പറാണ് വായിക്കാൻ തുടങ്ങിയത്, ഡൽഹി എഡിഷൻ. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വായിച്ചിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കും, അത് അടുത്ത ദിവസം വായിച്ച് അങ്ങനെ ഒരാഴ്ചയൊക്കെ പോയപ്പോൾ പിന്നെ എനിക്ക് മടുത്തു. കാര്യം ഇങ്ങനെ വായിച്ചിട്ട് ഒരു പ്രയോജനമില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഹിന്ദു പേപ്പർ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ, ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് വൊക്കാബ് നമുക്ക് ശരിയാവാത്തതുകൊണ്ടാണ്. സോ നമുക്ക് വൊക്കാബ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് 2 to 3 months നമ്മളൊന്ന് കഷ്ടപ്പെട്ടാൽ നമുക്ക് നല്ല രീതിക്ക് വൊക്കാബ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഹിന്ദു പേപ്പറിലെല്ലാം കുറച്ചൊരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേർഡ്സാണ് വരുന്നത്. സോ അതെല്ലാം ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 20 വേർഡ്സെങ്കിലും നിങ്ങൾക്ക് കിട്ടും, പുതിയതായിട്ട് കിട്ടും. അതിൻ്റെ മലയാളം അർത്ഥം എഴുതി വയ്ക്കുക. എല്ലാ ദിവസവും റിവൈസ് ചെയ്യാം. 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, രണ്ടാമത് ഒരു UPSC ആസ്പിറൻറ്റ് എന്നുള്ള നിലയിൽ ഹിന്ദു പേപ്പർ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒന്ന് വൊക്കാബ് തന്നെയാണ്, രണ്ടാമത് നമ്മൾ സിലബസ് മെമ്മറൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. സിലബസ് എന്ന് പറയുമ്പോൾ പ്രിലിംസിന് വലിയ രീതിക്ക് പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കറണ്ട് അഫയേഴ്സ് വേണ്ടെന്നല്ല, ബട്ട് അത്രയും ടൈം നമുക്ക് ന്യൂസ് പേപ്പറിന് വേണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല പ്രിലിംസിന്. ബട്ട് മെയിൻസിന് നമുക്കത് വേണം. മെയിൻസിനെന്ന് പറയുമ്പോൾ മെയിൻസിൽ GS പേപ്പർ 1, 2, 3, 4, അത് മാത്രമല്ല ഓപ്ഷണൽ. അതായത് ഇപ്പം എക്കണോമിക്സ് ഓപ്ഷണലായിട്ട് എടുക്കുന്നവരുണ്ട്, പൊളിറ്റിക്സ് ഓപ്ഷണലായിട്ട് എടുക്കുന്നവരുണ്ട്. ഹിന്ദു പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിലോ, ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ വരുന്ന ആർട്ടിക്കിൾ ഏത് പേപ്പറുമായിട്ട്, GS പേപ്പർ 1 ആണോ 2 ആണോ 3 ആണോ, അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ കാരണവും നമുക്ക് ഹിന്ദു പേപ്പർ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇനി എന്തുകൊണ്ട് ഇത്രയും ടൈം കളയുന്നു? അതിന് കാരണം സിലബസ് നമ്മൾ മെമ്മറൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു പേപ്പർ എടുക്കുമ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതലും റിജക്റ്റ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഒരു UPSC ആസ്പിറൻറ്റ് എന്ന നിലയിൽ നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ട ടോപ്പിക്സ്, 1 ലോക്കൽ ന്യൂസ്, 2 പൊളിറ്റിക്കൽ ന്യൂസ്, പൊളിറ്റിക്കൽ പാർട്ടിയുടെയൊക്കെയുള്ള ന്യൂസ്, 3 എൻ്റർടൈൻമെൻറ്റ് ന്യൂസ്, എഡ്യൂക്കേഷൻ, 4 ബിസിനസ്, 5 സ്പോർട്സ്. ഈ 5 ടോപ്പിക്ക് നമ്മൾ വിട്ട് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു 16 to 18 പേജുള്ള 16 മുതൽ 18 പേപ്പർ വരെയുള്ള ഹിന്ദു പേപ്പറിൽ 11 പേപ്പർ നമുക്ക് മാറിക്കിട്ടും. ബാക്കിയുള്ള 6 7 പേപ്പർ നമുക്കൊരു 10 മിനിറ്റ് വെച്ച് എടുത്താൽ കൂടിയും ഒരു മണിക്കൂറുണ്ടോ അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂറുണ്ടോ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ന്യൂസ് പേപ്പർ വെച്ച് നമുക്കൊരു എക്സാമ്പിൾ എങ്ങനെയാണ് ഒരു UPSC ആസ്പിറൻറ്റ് ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്, ഏതൊക്കെ ന്യൂസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊക്കെ ന്യൂസ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇതിനെക്കുറിച്ചൊരു ന്യൂസ് പേപ്പർ വെച്ച് എക്സാമ്പിൾ പറയുകയാണ്. ഒരു UPSC ആസ്പിറൻറ്റ് എന്ന നിലയിൽ നിങ്ങൾ ഏതൊക്കെ ന്യൂസാണ് വായിക്കേണ്ടത്, ഏതൊക്കെ ന്യൂസാണ് സ്കിപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിന് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അപ്പം ഇന്നത്തെ പേപ്പർ, അതായത് 28 സെപ്റ്റംബർ 2022 പേപ്പറാണ് ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. ഇന്ന് കുറച്ച് നല്ല ന്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഒരു ബാങ്ക് ആസ്പിറൻറ്റോ അല്ലെങ്കിൽ ഒരു SSC ആസ്പിറൻറ്റോ ഈവൻ PSC ആയിരുന്നാൽ കൂടി അവർ വായിക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരു UPSC ആസ്പിറൻറ്റ് വായിക്കേണ്ടത്. ബിക്കോസ് നമുക്ക് മെയിൻസിന് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പറിനെ ആശ്രയിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഇൻ്റർവ്യൂവിനും ഉണ്ടാവും, പ്രിലിംസിനും ഉണ്ടാവും. ബട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ആവുന്നത്
മെയിൻസിന് വേണ്ടിയിട്ടാണ്. മെയിൻസ് എഴുതുന്ന വ്യക്തി എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ UPSCക്ക് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ നോക്കാനായിട്ട്. ന്യൂസ് പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ ന്യൂസാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്, ഏതൊക്കെ ന്യൂസാണ് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യമേ തീരുമാനിക്കുക. സിലബസ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവുക. അതിനുശേഷം പതിയെ സിലബസ് മെമ്മറൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഫസ്റ്റ് ഹിന്ദു പേപ്പറിൽ നോക്കുമ്പം ആദ്യം ഗെലോട്ടിൻ്റെ, അതായത് കോൺഗ്രസിന്റെ ഇഷ്യൂ ആണ് നടക്കുന്നത്. ഇത് കുറേ ദിവസമായിട്ട് നടക്കുന്നുണ്ട്. സോ ലോക്കൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ന്യൂസും നമുക്ക് ആവശ്യമില്ല. സോ നമുക്കത് സ്കിപ്പ് ചെയ്യാം. സെക്കൻഡ് എന്ന് പറയുന്നത് ലെറ്റ് ഈസി ഡിസൈഡ് ഷിൻഡേസ് ക്ലെയിം ഓൺ റിയൽ ശിവസേന സുപ്രീം കോർട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഇതൊരു ലോക്കൽ ന്യൂസാണ്. നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് GS പേപ്പറിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഹിസ്റ്ററി എന്താണ്, എങ്ങനെയാണ് ECക്ക് ഇതിൽ ഡിസൈഡിങ് പവർ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കണം. GS പേപ്പർ 2 പൊളിറ്റിയിലാണ് വരുന്നത്. ദെൻ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ന്യൂസ് ഒന്നുമില്ല. ലാസ്റ്റ് ഒരു ന്യൂസ് ഉണ്ട്, ഗവൺമെൻറ് ആപ്പ് ടു ക്യാപ്ചർ ഡേറ്റ ഓൺ ഗ്രൗണ്ട് വാട്ടർ ലെവൽ. GS പേപ്പർ 3 എക്കണോമിക്സിൽ വരുന്നതാണ്. ഓക്കെ, ഗവൺമെന്റ് സംരക്ഷിക്കാനായിട്ട് നോക്കുകയാണ് ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ അതിനുവേണ്ടി ഒരു സർവേ ഒക്കെ അവർ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ എഴുതാനായിട്ട്. പിന്നെ പോയിന്റ്സ് ആയിട്ട് കഴിവത് എഴുതാൻ നോക്കുക, അല്ലാതെ പാരഗ്രാഫായിട്ട് എഴുതരുത്. പോയിന്റ്സ് ആയിട്ട് ഏത് GS പേപ്പറിലാണ് നിങ്ങൾക്കിത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കി പേപ്പറിൽ എഴുതുക. അപ്പം നമുക്ക് ഓരോ ന്യൂസും കണ്ടിന്യൂസ് ആയിട്ട് വരും. ഇന്നലെ, അതായത് 27th പേപ്പറിൽ വന്നിട്ടുള്ള കുറേ ന്യൂസിൻ്റെ കണ്ടിന്യൂഷൻ ഇന്നുണ്ട്. സോ നിങ്ങളൊരു നോർമൽ വൈറ്റ് പേപ്പറിൽ എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് പിൻ ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതാൻ പറ്റും. സെൻട്രൽ ഡൽഹി ഡിസ്പ്യൂട്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ ലോക്കൽ ന്യൂസാണ്. ഈ ന്യൂസസ് കഴിവതും നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും ലോക്കൽ പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ചും ക്രൈംസിനെ കുറിച്ചിട്ടും ലോക്കൽ ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും. നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. സോ ആ പേപ്പറും സ്കിപ്പ് ചെയ്യാം. രണ്ടാമത് അതേപോലെ തന്നെയാണ് APPയെ കുറിച്ചൊക്കെ ഉള്ളതാണ്. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മെയിൻസിന് ആവശ്യമുള്ള ഒരു കാര്യം ഇതിലില്ല. ആ പേപ്പർ നമുക്ക് സ്കിപ്പ് ചെയ്യാം. സ്റ്റേറ്റ് ന്യൂസും അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, സോ ആ പേപ്പറും സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട പേപ്പർ എന്ന് പറയുന്നത് എഡിറ്റോറിയൽ നോക്കാം. മിക്കവാറും എഡിറ്റോറിയലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളായിരിക്കും വരുന്നത്. ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് ദ UNSC ഇസ് ആൻ അനദർ സ്റ്റോറി. അതായത് ഇപ്പം ഇന്ത്യ ഒരു 1 വീക്കായിട്ട് നമ്മൾ ഈ ന്യൂസ് വായിക്കുന്നവരുണ്ടെങ്കിൽ, ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയുടെ 77th സെക്ഷനിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല യുണൈറ്റഡ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ റീഫോംസ് കൊണ്ടുവരണം, അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കുക. പെർമനന്റ് മെമ്പർ ആവണം. പെർമനന്റ് മെമ്പർ ആവുമ്പോൾ വീറ്റോ പവർ കിട്ടും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. UN റീഫോമിനെ കുറിച്ച് നോക്കുക, UNSനെ കുറിച്ച് നോക്കുക, UNന്റെ താഴെ വരുന്ന ഓർഗനൈസേഷൻസിനെ കുറിച്ച് നോക്കുക. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാത്തിൻ്റെതും എഴുതി വെക്കേണ്ടതാണ്. ഇന്ത്യയും UN തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്, ബാക്കിയുള്ള രാജ്യങ്ങൾ, അതായത് ഇപ്പം ആഫ്രിക്ക, സൈബേരിയ, ഡെവലപ്മെന്റ് കാറ്റഗറിയിലുള്ള കൺട്രീസും മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കും പെർമനന്റ് മെമ്പർ ആവാനായിട്ടുള്ള ഒരു റിക്വസ്റ്റ് വച്ചിട്ടുണ്ട്. സോ അതൊക്കെ ആയിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് നോക്കേണ്ടത്. അടുത്തത് ത്രെഡ് കെയർഫുള്ളി. ഇന്നലെ യൂട്യൂബിൻ്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് യൂട്യൂബിൽ നിന്നുള്ള കുറച്ച് വീഡിയോസ് റിമൂവ് ചെയ്തു എന്നാണ്, ഗവൺമെൻറ് റിമൂവ് ചെയ്തു എന്നാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ്. ഇത് GS പേപ്പർ 2 സോഷ്യൽ മീഡിയ റെഗുലേഷനിൽ വരുന്നതാണ്. ഓക്കെ, നമ്മൾ ഇതിൽ നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ IT ആക്ട് നോക്കണം, സെക്ഷൻ 69A അതിനെക്കുറിച്ച് നോക്കണം. പിന്നെ ഇൻ്റർമീഡിയറ്ററി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക് കോഡ് റൂൾ 2021. എന്ത് പവർ ഉപയോഗിച്ചാണ് ഗവൺമെൻറ് വീഡിയോസും, അതായത് ഹേറ്റ്ഫുൾ സ്പീച്ച് എന്നും പറഞ്ഞാണ് അവർ ആ വീഡിയോസ് കളഞ്ഞത്, റിമൂവ് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ കൂടുതലായിട്ട് നോക്കേണ്ടത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് എനർജൈസിങ് ഇന്ത്യ നേപ്പാൾ ടൈസ് ദ ഹൈഡ്രോ പവർ വേ. ഇത് GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിൽ ഇന്ത്യ ആൻഡ് നേപ്പാൾ എന്നും പറഞ്ഞിട്ടുള്ള സബ് ടോപ്പിക്കിൽ വരുന്നതാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള, അതായത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസി എന്ന് പറയുന്നത് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്നാണ്. അതായത് നമ്മുടെ നെയ്ബറിങ് കൺട്രി, എസ്പെഷ്യലി നേപ്പാൾ ആവട്ടെ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആവട്ടെ, അവർക്ക് നമ്മുടെ സഹായമാണ്. ഓക്കെ, അപ്പം നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് എഗ്രിമെൻറ്റ്സ് നോക്കുക, റിലേഷൻ നോക്കുക. പിന്നെ ചൈന ആയിട്ടുള്ള ഇഷ്യൂ, കാരണം ചൈനയുടെയും ഇന്ത്യയുടെ ഒരു ബഫർ സോണായിട്ടാണ് നേപ്പാൾ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ, ഇതെല്ലാം നമ്മൾ നോക്കണം. പിന്നെ ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും ബോർഡറിൽ കൂടെ ഒഴുകുന്ന നദികൾ, അവർ തമ്മിലുള്ള കണക്ഷൻ, അതായത് ഡാം. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഓരോ ന്യൂസ് നോക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ദ ലാക്ക് ഓഫ് ക്വാളിറ്റി എൻജിനീയറിംഗ് എഡ്യൂക്കേഷൻ. ഇത് GS പേപ്പർ 2 വരുന്നതാണ്. ഇഷ്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷനിൽ വരുന്നതാണ്. ഇതെന്താന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിം വർക്ക് പബ്ലിഷ് ചെയ്തായിരുന്നു. അത് പബ്ലിഷ് ചെയ്യുന്നത് യൂണിയൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, അവർ പബ്ലിഷ് ചെയ്തപ്പം ആദ്യത്തെ റാങ്കിൽ വരുന്നത്, അതായത് ടോപ്പ് വേൾഡിൽ തന്നെ ടോപ്പിൽ വരുന്ന ഇതിലുള്ള
കോളേജുകൾ ഒബ്വിയസ്ലി ഇന്ത്യയുടെ റാങ്കിങ് വരുമ്പോൾ അതൊക്കെ ഫ്രണ്ടിലായിരിക്കും. അവർക്ക് ഏകദേശം സ്കോർ കിട്ടിയേക്കുന്നത് 90% മുകളിലാണ്. പക്ഷേ ഒരു 50 റാങ്കിലൊക്കെ വരുന്നവരുടെ സ്കോർ എന്ന് പറയുന്നത് പകുതിയായിട്ട്, അതായത് 50 തന്നെ പോകുന്നു. അവസാനത്ത് 200ാമത്തെ റാങ്കിലൊക്കെ വരുന്നവർ ഏകദേശം 33% ഉള്ളൂ അവർക്ക് സ്കോർ വരുന്നത്. എഡ്യൂക്കേഷണൽ ഫ്രെയിം വർക്ക് എങ്ങോട്ടാണ് പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒരു ഇഷ്യൂ ആണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അപ്പം നിങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ നോക്കണം, അതിൽ ഹയർ എഡ്യൂക്കേഷൻ എന്താണെന്ന് നോക്കണം, ഏതൊക്കെ സ്കീംസാണ് എഡ്യൂക്കേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്, പിന്നെ ഏതൊക്കെ കമ്മിറ്റിയാണ് എഡ്യൂക്കേഷൻ ഫ്രെയിം ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്, അതെല്ലാം നമ്മൾ നോക്കണം. ഏതൊക്കെ ആക്ട് ഉണ്ട്, ഓക്കെ, അതെല്ലാം നോക്കണം. അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ ആൻഡ് അറ്റംപ്റ്റ് ടു ഗെറ്റ് ഇന്ത്യൻ റെയിൽവേ ബാക്ക് ഓൺ ട്രാക്ക്. JS പേപ്പർ 3 വരുന്നതാണ്, സർവീസ് സെക്ടറാണ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയെ കുറിച്ചൊക്കെ നോക്കണം. ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് ഉള്ളത് ഇന്ത്യൻ റെയിൽവേയിലാണ്, അതെല്ലാം നമ്മൾ നോക്കണം. ഇത് നല്ലൊരു ആർട്ടിക്കിളാണ് കേട്ടോ. ദ നാസ സ്പേസ് ക്രാഫ്റ്റ് ആസ്ട്രോയിഡ്സ് കൊല്യൂഷൻ. ഇത് JS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്കിൽ വരുന്നതാണ്. എല്ലാം നോക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നോക്കണം. ഗാലക്സി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക. പിന്നെ നാസ സ്പേസ് ക്രാഫ്റ്റിനെ കുറിച്ച് നോക്കുക. പിന്നെ ഡബിൾ ആസ്ട്രോയിഡ്സ് റീഡയറക്ഷൻ ടെസ്റ്റ്, സ്പേസ് മൈനിങ്ങിനെ കുറിച്ച് നോക്കണം. നാസയിൽ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്നത്, ഇത് പുതിയതായിട്ട് അപ്കമിങ് ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഇപ്പം നോക്കുന്ന സ്റ്റേജുകൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സയൻസ് ആൻഡ് ടെക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിംസിനും മെയിൻസിനും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, പിന്നെ അതിനുശേഷം ഓൺ റിസർവേഷൻ ഫോർ EWS എ ടെസ്റ്റ് ഫോർ ലോ ആൻഡ് ജസ്റ്റിസ്. ഇത് EWS കാറ്റഗറി വന്നപ്പോൾ തൊട്ടേ ഓരോ ഇഷ്യൂസ് വരുന്നുണ്ട്. സുപ്രീം കോർട്ടിൽ ഇതിൻ്റെ കേസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വന്നേക്കുന്നത് ഓൺ റിസർവേഷൻ ഫോർ EWS എ ടെസ്റ്റ് ഫോർ ലോ ആൻഡ് ജസ്റ്റിസ്. ഇത് GS പേപ്പർ 2 സോഷ്യൽ ജസ്റ്റിസിൽ വരുന്നതാണ്. ആർട്ടിക്കിൾ 103 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ആക്ട് ആണ്. ഇത് ഗവൺമെൻറ് പാസ് ചെയ്താണ് EWS 10% റിസർവേഷൻ കൊടുത്തത്. ഓക്കെ, ഇത് ഇപ്പം ഈ കേസ് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ദിര സഹാനി കേസ് എന്ന് പറഞ്ഞാൽ 1992 ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് 50% എല്ലാ റിസർവേഷനും കൂടി എടുത്തു നോക്കുമ്പോൾ 50% കൂടാൻ പാടില്ല, 50% പാടുള്ളൂ എന്നുണ്ട്. ബട്ട് ഇപ്പോൾ ഈ EWSും കൂടെ വന്നതിന് ശേഷം അത് 59 മുതൽ 60% കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് ലോയിൽ അല്ലെങ്കിൽ എന്ത് ഇക്വാളിറ്റി, എന്ത് ബേസിസിലാണ് എന്നൊരു ഇഷ്യൂ ആണ് ഇപ്പം കറൻ്റ്ലി നടക്കുന്നത്. എൻ്റെ വേർഡിക്റ്റ് ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഇനി അടുത്തെന്ന് പറയുന്നത് ഇൻ എ ഫസ്റ്റ് സ്റ്റാച്യു ബെഞ്ച് കേസസ് ബീംഡ് ലൈവ് ഓൺ യൂട്യൂബ്. ഉണ്ടായിരുന്നു, അതായത് ലൈവ് സ്ട്രീമായിട്ട് കേസ് നടത്താനായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വന്നിട്ടുണ്ട്. ഇത് GS പേപ്പർ 2 ജുഡീഷ്യൽ റീഫോംസിലാണ് ഇത് വരുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ ഇതൊക്കെ പോയിന്റ്സ് ആയിട്ട് എഴുതാൻ നോക്കാം. പിന്നെ അതിനുശേഷം ലോക്കൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെയൊക്കെയാണ്, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ന്യൂസിലുള്ള ജോബ് ഗ്രൂസ് ഇൻ ഫൈനൽ ക്വാർട്ടേഴ്സ് ഓഫ് ലാസ്റ്റ് ഫിസ്ക്കൽ മാനുഫാക്ചറിംഗ് ഇസ് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് സർവേ. ഇതെന്ന് പറയുന്നത് പ്രിലിംസിനും മെയിൻസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഓക്കെ, ഇത് GS പേപ്പർ 3 വരുന്നതാണ്, ഇന്ത്യൻ എക്കോണമി റിലേറ്റഡ് ആയിട്ട്. സോ ഇത് നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്. അതിനുശേഷം മൂഡി സീക്സ് ക്വാഡിങ് ഇന്ത്യാസ് ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ചില ന്യൂസുകൾ 2 പേപ്പർ, അതായത് ഒന്നിൽ കൂടുതൽ GS പേപ്പേഴ്സിൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അതിനുള്ളൊരു എക്സാമ്പിളാണിത്. ഇതെന്ന് പറയുന്നത് GS പേപ്പർ 2 ഇഷ്യൂസ് ഓഫ് ജിയോ എക്കണോമിക്സിലും വരാം, GS പേപ്പർ 3 ഇന്ത്യൻ എക്കോണമിയിലും വരാം. അപ്പോൾ മൂഡി എന്ന് പറയുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഓക്കെ, അത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഇന്ത്യൻ ട്രേഡ് റിലേഷനെ കുറിച്ച് നോക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കുക. US, ഓസ്ട്രേലിയ, ജപ്പാൻ അവരുടെയൊക്കെ ഷെയർ മാർക്കറ്റ് എങ്ങനെയായിരുന്നു, RCEP ട്രേഡ് എഗ്രിമെൻറ്റ്, ഓക്കെ, അതെല്ലാം നോക്കണം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നോക്കണം ഇന്ത്യ ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. അതിനുശേഷം സ്പോർട്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏറ്റവും പ്രാധാന്യമുള്ള ന്യൂസ് മാത്രം വായിച്ചാൽ മതിയാകും. ഇപ്പം തന്നെ കുറേ പേപ്പേഴ്സ് നമുക്ക് യൂസ് അല്ല, ഒരു UPSC ആസ്പിറൻ്റ് എന്ന നിലയിൽ യൂസ് അല്ല. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള പേപ്പർ ഏകദേശം ഒരു 4-5 മാക്സിമം പോയ ഒരു 6 പേപ്പറേ കാണത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ UPSCക്ക് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ റീഡിങ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം ലാഭിക്കാനും പറ്റും. എല്ലാം പോയിന്റ്സ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക, റിവൈസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഇതിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. താങ്ക് യു.